റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി, അമേഠിയിൽ പ്രിയങ്ക ഗാന്ധി. ഏവരും പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിരുന്നു. UP-PCC ഹൈക്കമാൻഡിന് സമർപ്പിച്ചതും ഈ രണ്ടു പേരുകൾ. BJP സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയും പ്രതീക്ഷിച്ചിരുന്നു ഗാന്ധി കുടുംബത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ. ആര് വേണമെങ്കിലും വരട്ടെ, അവർ തോൽക്കുമെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ വാക്കുകൾ. പക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ രാഹുൽ റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയായെങ്കിലും അമേഠിയിൽ വന്നത് ഒരു പുതുമുഖമായിരുന്നു, കിഷോരിലാൽ ശർമ്മ. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി കോൺഗ്രസിൽ, റായ്ബറേലിയിലും അമേഠിയിലും സുപരിചിത മുഖം. 2 മണ്ഡലങ്ങളുടെയും മുക്കും മൂലയും KL ശർമ്മയ്ക്ക് അറിയാം. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ. സോണിയാഗാന്ധി MP ആയിരിക്കുമ്പോൾ മണ്ഡലത്തിന്റെ മേൽനോട്ടം KL ശർമ്മയ്ക്കായിരുന്നു. KL ശർമ്മയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ പരിഹാസമായിരുന്നു പല BJP നേതാക്കൾക്കും. സ്മൃതി ഇറാനിയെ നേരിടാൻ സോണിയാഗാന്ധി പ്യൂണിനെ അയച്ചു എന്നായിരുന്നു BJP നേതാവ് ദിനേശ് പ്രതാപ് സിംഗിന്റെ പരാമർശം. വിമർശനം കടുത്തതോടെ താൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്നും പാർട്ടി ശമ്പളം നൽകുന്നവരുടെ പട്ടികയിൽ ഇല്ലെന്നും പറയേണ്ടി വന്നു കിഷോരിലാലിന്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJP വില കുറച്ച് കണ്ട KL ശർമ്മ ജയിച്ചു കയറിയിരിക്കുകയാണ്, അതും വമ്പൻ ഭൂരിപക്ഷത്തിൽ. 1,67,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കിഷോരിലാൽ ശർമ്മയുടെ വിജയം. ഇതുപോലൊരു അനുഭവം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിരുന്നു, മധ്യപ്രദേശിലെ ഗുണയിൽ. കോൺഗ്രസ് പ്രവർത്തകനും അന്ന് കോൺഗ്രസ് നേതാവും ഇപ്പോൾ കേന്ദ്രമന്ത്രിയുമായ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അടുത്ത അനുയായിയായിരുന്നു കൃഷ്ണപാൽ സിംഗ് യാദവ്. പക്ഷേ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കൃഷ്ണപാൽ സിംഗ് പാർട്ടി വിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാത്തതായിരുന്നു കാരണം. പാർട്ടി വിട്ട കൃഷ്ണപാൽ BJPയിൽ ചേർന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുണയിൽ സ്ഥാനാർത്ഥിയായി. കൃഷ്ണപാൽ വന്നതോടെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും സിന്ധ്യയുടെ വൻ വിജയം പ്രവചിച്ചു. BSP സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ച് സിന്ധ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോ പ്രചരിച്ചു, സിന്ധ്യയ്ക്കൊപ്പം സെൽഫി എടുക്കുന്ന കൃഷ്ണപാൽ. ആ പഴയ സെൽഫി പങ്കുവച്ച് സിന്ധ്യയുടെ ഭാര്യ പ്രിയദർശിനി രാജെ ഇങ്ങനെ കുറിച്ചു: ഒരിക്കൽ മഹാരാജാവിനൊപ്പം സെൽഫി എടുക്കാൻ ക്യൂ നിന്നവനാണ് BJPയുടെ നോമിനി. പക്ഷെ വോട്ടെണ്ണിയപ്പോൾ ഏവരെയും ഞെട്ടിച്ച് കൃഷ്ണപാൽ വിജയിച്ചു, 1.25 ലക്ഷത്തിന്റെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ. അന്ന് സ്വന്തം കോട്ടയിലെ തോൽവി സിന്ധ്യയ്ക്കുണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. 2019 അമിത ആത്മവിശ്വാസത്താൽ സിന്ധ്യയാണ് തോൽവി അറിഞ്ഞതെങ്കിൽ, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത അമേഠിയിലാണ് സ്മൃതി ഇറാനിക്ക് തവണ അടിതെറ്റിയത്.